നമസ്കാരം. ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണ വേസ്റ്റുകളും കക്കൂസ് മാലിന്യവും ഉൾപ്പെടെയുള്ള ദുർഗന്ധം വമിക്കുന്ന മലിനജലം റോഡുകളിലൂടെ ഒഴുകി അഴുക്കുചാലുകളായി രൂപപ്പെടുകയും സമീപവാസികൾ നിത്യരോഗികളായി മാറുകയും ചെയ്യുകയാണ്. മാത്രമല്ല, രാത്രിയോ പകലെന്നോ ഇല്ലാതെ കടയിൽ നിന്നും ബീഡിയും സിഗരറ്റും തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളും മറ്റും വാങ്ങുന്നവർ സമീപ വീടുകളിലേക്ക് പോകുന്ന പൊതുവഴിയിൽ നിന്നാണ് വലിച്ചു തള്ളുന്നത്. പൊതുസ്ഥലത്ത് പുകവലി പാടില്ലെന്ന നിയമം പോലും കാറ്റിൽ പറത്തിയാണ് വലിച്ച് ആത്മസംതൃപ്തി നേടുന്നത്. ഇത് വേറെ എങ്ങുമല്ല, തിരുവനന്തപുരം നഗരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും മൂക്കിന് താഴെയുള്ള പട്ടത്താണ് സംഭവം. അതായത് പട്ടം ചാലക്കുഴി റോഡിന് സമീപം എതിർവശത്തുള്ള മൈനാട് ലൈനിലാണ് സംഭവം നടക്കുന്നത്. ദിവസവും രാപ്പകലില്ലാതെ നൂറുകണക്കിന് ആളുകളാണ് ഈ പൊതുവഴിയിൽ സ്ഥിരമായി നിന്ന് പുകവലിക്കുന്നത്. ഈ റോഡിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പട്ടാപ്പകൽ പോലും നടക്കാൻ പേടിയാണ്. കെട്ടിക്കിടക്കുന്ന മലിനജലം മൂലം കൊതുകിൻ്റെ ശല്യവും രൂക്ഷമാണ്. മാത്രമല്ല, ദുർഗന്ധം മൂലം വീടിനുള്ളിൽ പോലും സ്വൈര ജീവിതം നഷ്ടപ്പെടുന്നുണ്ട്. മഴക്കാലം അടുക്കുന്നതോടെ ഇതിൽ നിന്നും രോഗങ്ങൾ പകർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പലതവണ കോർപ്പറേഷനിൽ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. ദുർഗന്ധം മൂലം വീടിന് വെളിയിലിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഒരു പ്രദേശവാസി പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം. വേസ്റ്റ് ഈ ഹോട്ടലിൻ്റെ വേസ്റ്റ് ഫുള്ളായിട്ട് പോയി. ഇപ്പോഴാണ് ഇപ്പം ഈ മതിലിങ്ങനെ ഒന്ന് ഇതാക്കി. ഇപ്പോൾ എന്നിട്ടും ഇതിൽ അവിടെ ഈ 3-4 ടാങ്ക് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഈ വേസ്റ്റ് എല്ലാം വന്ന് കിടക്കുന്ന എന്നിട്ട് പൊട്ടി ഒലിച്ച് ചിലപ്പോൾ ഇടയ്ക്ക് വന്ന് ഈ അടുക്കളയിലെ വേസ്റ്റും ഡ്രെയിനേജിൻ്റെ വേസ്റ്റും എല്ലാം ഉണ്ട്. എല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ചിലപ്പോൾ ഇപ്പം ഇതിലെ ഒഴുക്കാത്താണ്. ഇവിടെ മണ്ണിൽ ഇവിടെ പണിതുകൊണ്ട് അല്ലെങ്കിൽ ഇതിലെ ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഭാഗത്തു നിന്നുണ്ട് ഇവിടുന്നുണ്ടല്ലോ ഈ മുകളിൽ ഭാഗത്ത് നിന്ന് കണ്ട് ഇപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പൊട്ടി ഒലിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ശകലം കുറവെന്നുള്ളൂ. ഇങ്ങനെ ഒഴുകി ഇതിലേ വന്ന് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മുഴുവൻ സിഗരറ്റും കുറ്റിയും അതും ഇതും പിന്നെ ചായയും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വന്ന് എത്ര പ്രാവശ്യം പരാതിപ്പെട്ട് ആൾക്കാരിടയ്ക്ക് വന്ന് 3-4 പ്രാവശ്യം ഹോട്ടൽ അടപ്പിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തൊക്കെ കോർപ്പറേഷനിൽ അവർ വന്ന് ഇടയ്ക്കൊക്കെ ചെയ്യും. പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നെ ആൾക്കാർ എന്ത് കാര്യമെന്ന് അറിയില്ല. പിന്നെയും കുറച്ച് കഴിഞ്ഞൊക്കെ തുറക്കും. ആൾക്കാർക്ക് രാഷ്ട്രീയവും സ്വാധീനവും അതൊക്കെ കൊണ്ടാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് കച്ചവടം ബിസിനസ്സും ഒക്കെ നടന്നു പോകട്ടെ, എല്ലാവരും ബിസിനസ്സുകാരാണ്, ബിസിനസ്സൊക്കെ കൊണ്ടുപോകണം. പക്ഷെ അത് പൊതുജനങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ചെയ്യണ്ടേ? അതിനുവേണ്ടി നമ്മുടെ സംവിധാനങ്ങളുണ്ടല്ലോ. ഇവിടെ നമ്മുടെ സംവിധാനങ്ങൾ മാറ്റണം എന്ന് നമ്മൾ പറയുന്നില്ല. അത് ഇവിടെ ഈ ഒരു ഹോട്ടൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് കുഴപ്പം? ഈ വെള്ളം ഇങ്ങനെ ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഒഴുക്കി രായും പകലും അത്രയും വെള്ളം ഒഴുക്കാം അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇതുപോലെ കിടന്ന് ഒന്ന് പറയും. അവർ മൈൻഡ് ചെയ്യത്തില്ല. അവർ ഓണറോട് പറഞ്ഞ് അതും കുഴഞ്ഞു. ഇപ്പം ശരിയാക്കാം ഓണർ. ഇതിപ്പോൾ അവർ ഇത് ഒന്നും ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ വെള്ളം എന്താ ഇവിടെ നിന്ന് ഒഴിച്ചു, അവിടുന്ന് ഒഴുകുന്നു, അപ്പുറത്തും ഒഴുകുന്നു, കെട്ടിക്കിടക്കുന്നു വെള്ളം. നാറ്റം കാരണം അകത്തിരിക്കാൻ വയ്യ. എനിക്ക് അതിന് ശ്വാസം മുട്ടും തൊണ്ടയ്ക്ക് അസുഖം ഒക്കെ ഉള്ളതാണ്. എനിക്കിത് ശ്വസിക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ മോൻ എന്നോട് പറയും കയറിപ്പോന്ന് പറയും. കാര്യം ഇത് ശ്വസിക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഇതുകൊണ്ട് അവിടെ കിടക്കുന്നു. കമ്പിയും ഇതുമെല്ലാം കൊണ്ടിട്ടിട്ട് 1 മാസത്തിൽ കൂടുതലായി. അതും ശരിയാക്കത്തില്ല, ഒന്നും ശരിയാക്കത്തില്ല. ഞങ്ങൾ പറയുമ്പം പറയും ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം, 2 ദിവസം കൂടെ താന്നും പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നു. കേട്ടല്ലോ. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരിൽ ഒട്ടുമിക്ക ആളുകൾക്കും പുക ശ്വസിച്ച് ശ്വാസതടസ്സവും ചുമയും ഉണ്ടാവുന്നുണ്ട്. പലതവണ പറഞ്ഞിട്ടും ചൂണ്ടിക്കാണിച്ചിട്ടും കോർപ്പറേഷൻ അധികൃതർ മാത്രമല്ല, ഹോട്ടൽ ഉടമയും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഹോട്ടൽ ഉടമ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെയ്തോ എന്നാണ് പരാതി പറഞ്ഞവരോട് മറുപടി പറഞ്ഞത്. അത്ര ധിക്കാരമായിട്ടാണ് പരാതിക്കാരോട് പെരുമാറിയത്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി മാലിന്യം തള്ളുന്ന ഹോട്ടലിനെതിരെ നടപടിയെടുക്കുകയും വഴിയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് ഒഴിവാക്കാൻ എത്രയും വേഗം കർശനമായ നടപടി സ്വീകരിക്കുകയും വേണം. അധികാരികൾ കണ്ണടയ്ക്കുമ്പോൾ എവിടെ പരാതി നൽകണമെന്ന ചോദ്യമാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഈ പരാതി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി വീണ ജോർജും പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.